ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു മാങ്ങയുടെ റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത്. കുറേ ദിവസം കേടുകൂടാതിരിക്കും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കണത് നമ്മൾ അച്ചാറ് ചോറുണ്ണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചോറുണ്ണാനൊന്നും നമുക്കൊന്നും ഇത് കിട്ടിയില്ല. ഇത് തന്നെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളൂ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കി നോക്കാം. അപ്പോൾ ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഒരു അടിപൊളി ഒരു കറിയുടെ ഒരു റെസിപ്പിയാണ്. നമുക്ക് അച്ചാറെന്നും പറയാം. അപ്പോൾ ഞാൻ മൂവാണ്ടൻ മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ നമുക്ക് ഇതിൻ്റെ തൊലിയൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ മാങ്ങ കട്ട് ചെയ്യാം. ഇതുപോലെ ചുണയുണ്ട് കേട്ടോ, അത് നമുക്ക് തുടച്ച് മാറ്റാം. പിന്നെ ഇതൊരു ഒട്ടും വെള്ളം നനവ് പാടില്ല കേട്ടോ. നമ്മൾ മാങ്ങയൊക്കെ നന്നായി തുടച്ചതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം കേടുകൂടാതിരിക്കും കേട്ടോ. അധികം എണ്ണയൊന്നും ആവശ്യമില്ല. കുറച്ച് ദിവസം ഇങ്ങനെ കേടുകൂടാതെ നമുക്കത് പുറത്ത് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ വെള്ളം നനവ് ഉണ്ടെങ്കിൽ നാശമാവും. അപ്പോൾ വെള്ളം നനവ് ഇല്ലാണ്ട് നിങ്ങൾ പതുക്കെ കട്ട് ചെയ്ത് തുടച്ച് മാറ്റിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. പഴുത്തിട്ടൊന്നുമില്ല, നല്ല പുളിയുണ്ട്. അപ്പം നന്നായിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ നീളനെ ഇങ്ങനെ കഷ്ണാക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, കനം കുറച്ചിട്ട് ഇതുപോലെ നീളനുള്ള പീസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ കഷ്ണാക്കിയിട്ട് വരട്ടെ. അപ്പോൾ ഇതുപോലെ ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ദിവസം എടുത്ത് വയ്ക്കാനാണെങ്കിൽ എണ്ണ ഉപയോഗിച്ചാൽ മതി. ഇതിവിടെ പെട്ടെന്ന് കഴിയും, അത് കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പാനിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കറിവേപ്പില നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. കറിവേപ്പില എടുത്തതിന് ശേഷം ഞാനൊരു 4 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ആ എണ്ണയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തത്. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു മാങ്ങ എടുത്തിട്ടുള്ളൂ, അത് കാരണം ഞാൻ 4 മുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മാങ്ങ കൂടുതൽ എടുക്കുക വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക കേട്ടോ. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ 4. ഒന്ന് ചൂടാവട്ടെ വേഗം. മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങയുടെ പീസുകൾ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. എണ്ണയൊന്നും ഇനി നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ എണ്ണയിൽ തന്നെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. കനം കുറഞ്ഞ കാരണം തന്നെ വേഗം വാടി കിട്ടും. നമുക്കിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങ വാടി വന്നിട്ടുണ്ട്. മതി, നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മാങ്ങയിലേക്ക് നമ്മൾ ഈ പൊടിപ്പിച്ച് വെച്ച വേപ്പലയും മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ നമ്മളതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഒപ്പം തന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ വായൊരു വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വാട്ടിയെടുത്ത പാനിൽ കുറച്ച് എണ്ണയുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഇത് മാത്രം മതി ഒരു പറ ചോറുണ്ണാൻ. ചോറിൻ്റെ ഒപ്പം ഇതും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ ഉപ്പൊക്കെ പാകമുണ്ടോ എന്ന് നോക്കി നോക്കാം നമുക്ക്.
അടിപൊളി കേട്ടോ. മാങ്ങ എന്തായാലും വേണ്ട, മാങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടാ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.